الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى ഈ പ്രപഞ്ചത്തെ പടച്ച സർവ വസ്തുക്കളെയും പടച്ച സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചതല്ല അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെന്നും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക മാത്രമാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ, ആ പ്രവാചകൻ സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അദ്ദേഹത്തിന് വഹി നൽകപ്പെടുന്നതല്ലാതെ. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നത് പിന്തുടരുകയല്ലാതെ ഞാൻ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദീനിന്റെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും പ്രവാചകനോ മറ്റ് മനുഷ്യർക്കോ ഒന്നും അങ്ങനെ തീരുമാനിക്കാനോ നിശ്ചയിക്കാനോ പുതിയത് ഉണ്ടാക്കാനോ ഉള്ളത് മാറ്റാനോ ഒന്നും അധികാരമില്ല. അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചോ അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നതാണ്. നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ പ്രായോഗിക ബുദ്ധിക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ദീനിൽ ഉണ്ടാക്കുമ്പോൾ സർവജ്ഞനായ അള്ളാഹു പഠിപ്പിച്ച ദീന് വികലമാവുകയും അത് ഇല്ലാതെയാവുകയും പകരം നമ്മൾ ഉണ്ടാക്കുന്നത് ദീനായി നിലനിൽക്കുകയും ചെയ്യും. നമുക്കറിയാം, മഹാന്മാരോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ അവർ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഖബർ കെട്ടിപ്പൊക്കുകയും അതിനോടുള്ള ആദരവ് ബഹുമാനം എന്ന പേരിൽ ചില കർമ്മങ്ങൾ അവിടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായപ്പോ ഫലത്തിൽ എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീര് പോലും വരാത്ത ആളുകൾ പോലും ഇപ്പറഞ്ഞപ്പെട്ട മഖ്ബറകളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുക.
അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വരാത്ത മനുഷ്യൻ മക്ബറയിൽ പോയി കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുകയാണ്. എന്താണ്? അവന്റെ കണ്ട ദൈവമാണത്. അവന്റെ കൺമുമ്പിൽ കാണുന്ന ഒരു ദൈവമായിട്ടാണ് അവൻ ജാറത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അവൻ അവിടെ കണ്ണുനീരൊലിപ്പിക്കുന്നത്. ഏത് ജാറത്തിൽ പോയി നോക്കിയാലും നമുക്ക് കാണാം അവനവന്റെ വിഷമങ്ങളും വേദനകളും പറഞ്ഞുകൊണ്ടും അവനവന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഈ മക്ബറയിലുള്ള ആളുകളോടാണ്. അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അവിടെ പോകേണ്ടതില്ലല്ലോ. മക്ബറയിലുള്ള ആളോടാണ് വേദനകളും വിഷമങ്ങളും പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ومن الناس ആളുകളുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിന് പുറമെ സ്വീകരിക്കുന്നു അന്താദൻ അള്ളാഹുവിന് പങ്കുകാരെ സ്വീകരിക്കുന്നു യുഹിബ്ബൂനഹും കഹുബ്ബില്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. ഒരു പരിധി അള്ളാഹുവിനേക്കാൾ ഇവർ സ്നേഹിക്കുന്നത് ഈ നേർച്ചക്കാരെയും മഹാന്മാരെയും ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹ് പറയാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വിശ്വാസികളാവട്ടെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാവുന്നു. അപ്പൊ അള്ളാഹ് എന്ന സ്ഥാനം അള്ളാഹുവിനുള്ള സ്ഥാനം മനസ്സിൽ നിന്ന് നീങ്ങുകയും പകരം മഹാന്മാരാ സ്ഥാനത്തേക്ക് വരികയും എന്റെ ആഗ്രഹങ്ങളും എന്റെ ആവശ്യങ്ങളും നിർവഹിച്ചു തരുന്നത് ഈ മഹാനാണ്. ചില ഉസ്താദ്മാർ പറയാണ് നിങ്ങൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും തേടിക്കൊള്ള, ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇന്ന മഹാനോട് പറഞ്ഞാൽ മതി എന്ന് പഠിപ്പിക്കാൻ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അള്ളാഹുവിനാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും സ്ഥാനം ഉണ്ടാവുന്നത് അള്ളാഹുവിനാണ് എന്ന് പറയുന്ന ആ അവസ്ഥ എവിടെ പോയി വിശ്വാസിയുടെ മനസ്സിൽ? നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെന്ന് തേടിക്കൊള്ളുക, ഒരു മടിയും വേണ്ട, എന്ത് ചോദിച്ചാലും സ്വീകരിക്കും, ഒന്നും തട്ടുകയില്ല, അത്രയും കൃപയുള്ള മനുഷ്യനാണ് എന്നൊക്കെ പണ്ഡിതന്മാര് പ്രസംഗിക്കാം. അപ്പൊ അള്ളാന്റെ ദീനിന് പകരം മറ്റൊരു വിശ്വാസം അവിടെ കടന്നു വരികയാണ്. വിശ്വാസികളാവട്ടെ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അവിടെ നമ്മൾ ഈ സമൂഹത്തെ ആ രംഗത്ത് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതിൽ പിശാചിന്റെ അനുയായികളായ പണ്ഡിതന്മാർ വിജയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സമൂഹത്തെ തെറ്റിച്ചു നശിപ്പിച്ചു എന്ന രൂപത്തിൽ തന്നെ ആരാധനാ കാര്യങ്ങളിലും സമൂഹത്തെ തെറ്റിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാധനാ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിടത്ത് നിൽക്കുകയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അതേപടി ഞാൻ പിന്തുടരുന്നതിലാണ് അള്ളാഹുവിന്റെ തൃപ്തി റസൂലിന്റെ തൃപ്തി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവിടെ പുതിയ പുതിയ കർമ്മങ്ങൾ പലതും കൊണ്ടുവന്നു. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവിടെ ആ വീട്ടിൽ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 4 ദിവസം കൊണ്ടോ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുകയും എന്നിട്ട് 3-ാമത്തെയോ 4-ാമത്തെ ദിവസം അവിടെ ദിക്ർ എന്ന പേരിൽ ആളുകളെ, മുമ്പൊക്കെ കത്തം വാങ്ങൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇന്നിപ്പോ ദിക്ർ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് കങ്കേമമായ കല്യാണത്തെക്കാളും മറ്റു ഫംഗ്ഷനേക്കാളും കങ്കേമമായ ഒരു സദ്യ ഒക്കെ സംഘടിപ്പിച്ച് പരിപാടി സംഘടിപ്പിക്കാം. അപ്പൊ യഥാർത്ഥത്തില് അവിടെ എന്താണ് സംഭവിക്കുന്നത്? 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഖുർആൻ ഓതി തീർത്തിട്ട് അവിടെ 4-ാമത്തെ ദിവസം ധാരാളം ആളുകളെ സംഘടിപ്പിച്ച് ദിക്റുകൾ എന്ന പേരിൽ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോ ഈ മനുഷ്യന്മാരൊക്കെ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർത്ത് കുറെ ആളുകളെ വിളിച്ച് ദിക്റൊക്കെ ചെല്ലിച്ച് ഉസ്താദുമാരൊരു ഗംഭീര ദുആ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പാസ്സാക്കിയാൽ ഞങ്ങളുടെ ഖബർ ജീവിതം സലാമത്തായി എന്ന് ചിന്തിക്കുകയാണ് ഈ ഖൗമ്. ഞങ്ങൾക്ക് നിസ്കരിക്കണമെന്നില്ല, ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കണമെന്നില്ല, ഞങ്ങൾ ഖുർആൻ ഓതണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഖബറിൽ വെളിച്ചമായി തീരാൻ ഞങ്ങൾ ഖുർആൻ ഓതണമെന്നില്ല, ഞങ്ങൾ ദിക്ർ ചൊല്ലണമെന്നില്ല. ഞങ്ങൾ മരണപ്പെട്ടിട്ട് ഉസ്താദുമാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ഗംഭീരമായ ഒരു ദുആ അങ്ങോട്ട് പാസ്സാക്കിയാൽ ഞങ്ങളുടെ ഖബറിലെ ജീവിതം സലാമത്തായി, ഖബറിൽ വെളിച്ചമായി. ഇത് ചിന്തിക്കുകയാണ് ഖൗമ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ദീനിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുമ്പോ ആ സുന്നത്ത് നീങ്ങുകയും പകരം ബിദ്അത്ത് ആ സ്ഥാനം കൈയടക്കുകയും ചെയ്യുമെന്ന്. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ എന്റെ ഖബറിലേക്ക് വെളിച്ചമാകാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ മുമ്പിൽ നിൽക്കണമെന്നൊരു ചിന്ത ഉണ്ടോ?
അള്ളാഹുവിന്റെ ഖുർആൻ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ പാരായണം ചെയ്യട്ടെ. അത് റബ്ബിന്റെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സംസാരമാണ്, എന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. നേരെ മറിച്ച് ഖുർആൻ എന്ന് പറയുന്നത് റബ്ബിന് നമ്മോട് പറയാനുള്ള റബ്ബിന്റെ കലാമാണ്. ആ കലാം എന്റെയും നിങ്ങളുടെയും നാവിലൂടെ വരുമ്പോ അതിന് ഓരോ അക്ഷരത്തിനും റബ്ബ് 10 നന്മ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഖുർആൻ ഞാൻ ഓതട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഈ സമുദായത്തിൽ ഇല്ലാതെയായി പോയി. കാരണം ഈ 3 ദിവസം കൊണ്ട് ഉസ്താദുമാര് ഖുർആൻ ഓതിയിട്ട് അങ്ങ് ദ്വാരനാൽ അത് മതി ഞങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ട് അത് ചെയ്യാത്ത ആളുകൾ മഹാപാപം എന്തോ ചെയ്യുന്ന പോലെയാ. അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദീനിൽ ഉള്ള സുന്നത്ത്, സ്ഥിരപ്പെട്ട സുന്നത്ത്, ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യണം അവന്റെ ഖബറിലേക്ക് വെളിച്ചമായി തീരാൻ. ഓരോരുത്തരും ദിക്ർ ചെല്ലണം അവനവന്റെ ഖബറിലേക്ക് വെളിച്ചമായി തീരാൻ. അതിന് പ്രത്യേക സമയമില്ല. നമ്മൾ വാഹനത്തിലോടുമ്പോ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം, സുബ്ഹാനല്ലാഹ് ചെല്ലാം, അൽഹംദുലില്ലാഹ് ചെല്ലാം, അല്ലാഹു അക്ബർ ചെല്ലാം. ഇതൊക്കെയും ആ ഒരു ബോധം വിശ്വാസികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതിന് പകരം ഇതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ ചെയ്താൽ മതി, ഞങ്ങൾ ദുആർന്നാൽ മതി, നിങ്ങൾ അങ്ങ് രക്ഷപ്പെടും എന്നൊരു അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചു എന്നതാണ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള മറ്റൊരു ദുരന്തം. ഈ സമുദായത്തിന് ചെയ്തിട്ടില്ല. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീർ ഇബ്നു കസീറിൽ സൂറത്ത് നജ്മിലെ 40-ാമത്തെ ആയത്ത്, വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതല്ലാതെ ഇല്ല. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ പവിത്രമായ ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹ് വമനിത്തബഅഹു, ഇമാം ഷാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകളും തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്ത് അന്നൽ ഖിറാഅത്ത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, ഖുർആൻ ഓതിക്കൊണ്ട് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്താൽ അത് എത്തുകയില്ല. ഫഇന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, തീർച്ചയായും അത് അവരുടെ ആ മരണപ്പെട്ടു പോയവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതല്ല. വലിഹാദ, ഇതുകൊണ്ട് ലം യന്തുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് അത് സുന്നത്താക്കിയിട്ടില്ല. വലാ ഹത്തഹും അലൈഹി, അതിന് പ്രേരണ നൽകിയിട്ടില്ല. വലാ അർശദഹും ഇലൈഹി, അതിനൊരു സൂചന പോലും റസൂലുള്ളാഹി അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടില്ല. ബിനസ്സിൻ വലാ ഈമാൻ, ഗണ്ഡിതമായ ഒരു പ്രസ്താവന കൊണ്ടോ ഒരു സൂചന കൊണ്ട് പോലുമോ റസൂലുള്ളാഹി അത് സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് വലം യൻഖുൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ, സഹാബത്തിൽ നിന്ന് ആരിൽ നിന്നും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അത് പുണ്യകർമ്മമായിരുന്നെങ്കിൽ സഹാബത്ത് നമ്മേക്കാൾ അതിൽ മുൻകടക്കുമായിരുന്നു. നമ്മളെന്താ ഖുർആൻ ഓതല്ലേ? മരിച്ച വീട്ടിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ പത്രം വായിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? മരണ വീട്ടിൽ പാലിക്കേണ്ടുന്ന കുറെ മര്യാദകളുണ്ട്, അതൊക്കെ നമ്മളൊക്കെ പാലിക്കണം. അനാവശ്യമായി സംസാരിക്കുക, ആ മരണ വീട്ടിൽ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ രാഷ്ട്രീയം പറയാ, ഇതൊക്കെ നമ്മൾ ഒരു മരണ വീടാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവുന്ന വീടാണ്. അതൊക്കെ നമുക്ക് ഓർമ്മ വേണം. നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടാവണം, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അത് അനാവശ്യങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കല്ലാതെ അതിന് പകരം ഇങ്ങനെ ഒരു വിദേഹത്ത് കടത്തി കൂട്ടുമ്പോ എന്താ സംഭവിക്കുന്നത് ഫലത്തിൽ? അപ്പൊ ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ഓതിയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് സമൂഹത്തെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അവനവന്റെ ഖബറിൽ വെളിച്ചം വേണോ, ഖബർ പ്രകാശപൂരിതമാവണോ, നമുക്കവിടെ രക്ഷ വേണോ, നമ്മൾ ചെയ്യണം കർമ്മങ്ങൾ, നമ്മൾ ഓതണം, നമ്മൾ ദിക്ർ ചെല്ലണം. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൂചന കൊണ്ടുപോലുമോ സമൂഹത്തിന് ഇത് സുന്നത്താക്കിയിട്ടില്ല എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് അതിന്റെ ഉദ്ധരണിയുടെ ബാക്കി ഭാഗം പറയുന്നത് എന്താ അറിയോ? ബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, പുണ്യകർമ്മങ്ങൾ റസൂലുള്ളാഹിയുടെ പഠിപ്പിച്ച പ്രമാണങ്ങളിൽ പരിമിതപ്പെടുത്തപ്പെടും. വലാ യുഖ്തസറു ഫീഹി ബിഅൻവാഇൽ അഖ്സിയത്തി വൽ ആറാഇ, അത് താരതമ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലോ സ്ഥിരപ്പെടുത്താൻ പാടില്ല. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല തോന്നുന്നു. പുണ്യകർമ്മങ്ങൾ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടെടുത്ത് പരിമിതപ്പെടുത്തണം. താരതമ്യം ചെയ്തുകൊണ്ടോ മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടോ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലോ ദീനിൽ പുണ്യകർമ്മം സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയ ആളുകളുടെ മക്കൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാ പിന്നെ ഖുർആൻ ഓതിയാൽ എന്താ കിട്ടൂലേ എന്ന് താരതമ്യം ചെയ്തുണ്ടാക്കാൻ, ദീനിൽ ഒരു കർമ്മം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയാ.
അവൻ മരണപ്പെട്ടുപോയ മക്കള് ആ പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ മക്കളെ വളർത്തിയെടുത്തത് അയാളുടെ അധ്വാനത്തിന്റെ ഫലാണ്. അതുകൊണ്ട് മക്കൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളെ വളർത്തിയെടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവര് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം ഖബറിലേക്ക് കിട്ടുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് ഖിയാസാക്കി എന്നാ ഖുർആനും കിട്ടിക്കൂടെ, എന്നാ മക്കൾ ദിക്റല്ലേ അതും കിട്ടിക്കൂടെ, എന്നാ മക്കൾ നിസ്കരിച്ചാൽ അതും കിട്ടൂലേ, മക്കള് നോമ്പ് നോക്കാൻ റസൂലുള്ള കിട്ടുമെന്ന് പറഞ്ഞ ഇബാദത്തുണ്ട്, കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഇബാദത്തുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ദീനിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുമ്പോ ദീനിൽ യഥാർത്ഥ സുന്നത്ത് നഷ്ടപ്പെടുമെന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദീനിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല, യഥാർത്ഥ സുന്നത്ത് നഷ്ടപ്പെടുന്ന. നമ്മളൊക്കെ ജീവിതത്തില് നമ്മുടെ ഖബറിൽ വെളിച്ചമാവാൻ വേണ്ടി നമ്മൾ ഖുർആൻ ഓതുക, നമ്മൾ ദിക്ർ ഇല്ല, ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ ഇല്ലാതെയായി പോയി. ഇതുപോലെ തന്നെ പല രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കല്യാണ വീട്, അതുപോലെ തന്നെ കൂടലുകൾ നടക്കുന്ന വീട്, ആ വീടുകളിലൊക്കെ പിന്നെ നമ്മുടെ ആവശ്യം അവിടെ ഒരു ഉസ്താദ് വന്നിട്ട് ഒരു ദുആ, യാ ഹദറത്തുൻ നബി വിളിച്ചിട്ട് ഒരു ദുആ പാസാക്കിയാലേ ആ കാര്യം ഭംഗിയായി നടക്കുകയുള്ളൂ. അതുകൊണ്ട് അത് അവർക്ക് അവന് വിട്ടുകൊടുത്താം. നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ വീട്ടിലൊരു സന്തോഷകരമായ ഒരു വിവാഹ അവസരം, അല്ലെങ്കിൽ ഒരു വീട് കൂടൽ അവസരം, അതുപോലുള്ള മറ്റെന്തെങ്കിലും അവസരം, അത്തരം അവസരങ്ങൾ ഉണ്ടാകുമ്പോ ഒന്നുകിൽ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ളുഹാ നിസ്കരിച്ചുകൊണ്ട്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷമുള്ള അവസരത്തിൽ മക്ക വിജയിച്ചടക്കിയ ദിവസം 8 റക്അത്ത് വരെ ളുഹാ നിസ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും നമ്മളെ വീട്ടില് ഒരു പരിപാടി ഉണ്ടാകുന്ന ദിവസം, സന്തോഷമുള്ള ദിവസത്തിൽ അതുപോലെ ഒരു ളുഹാ നിസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രി ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക. എന്നിട്ട് അതിന്റെ ആ നിസ്കാരത്തിന്റെ സുജൂദിലല്ലാതെ ആയിക്കൊണ്ടോ നിസ്കാര ശേഷമോ റബ്ബേ എന്റെ ഈ പരിപാടി നീ ഭംഗിയാക്കി തരണേ, നിർവഹിച്ചു തരണേ, ഒരു വിഷമവും ഇല്ലാതെ നടത്തി തരണേ, നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളിത് പണ്ഡിതന്മാരെ അങ്ങോട്ട് ഏൽപ്പിച്ചതല്ലേ? ദീനിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പണ്ഡിതന്മാരെ ഏൽപ്പിക്കാനാണോ? അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ളുഹാ നിസ്കരിക്കുക, എന്നിട്ട് അതിന്റെ സുജൂദിലോ അല്ലെങ്കിൽ സുജൂദിലല്ലാതെ ആയിക്കൊണ്ടോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ എന്റെ കാര്യം, ഈ ആവശ്യം വിഷമങ്ങളൊന്നുമില്ലാതെ ഭംഗിയാക്കി നിർവഹിച്ചു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്തുകൊണ്ടില്ലാതെ പോയി? അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് ഒരു ഉസ്താദ് വന്നിട്ട് ഉസ്താദ് ദ്വാരക്കണം എന്ന് പഠിപ്പിക്കാണ്. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും, ഉറങ്ങുന്നത് വരെയും ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ വളരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചെടുത്ത് 1, 2, 3 വരിയുള്ള പ്രാർത്ഥനകളായിരിക്കും റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥന. ഇപ്പൊ ഒരു മയ്യത്തിനെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം, ഒരു യാത്രയപ്പ് നടത്തുമ്പോൾ പ്രാർത്ഥിക്കണം, ഒരാൾ ഭക്ഷണം തന്നാൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ പ്രാർത്ഥന. അപ്പൊ നമുക്കൊരാൾ ഭക്ഷണം തന്നാൽ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, അല്ലാഹുവേ നീ അവന് നൽകിയതിന് ബർക്കത്ത് നൽകണമേ, വഗ്ഫിർ ലഹും വർഹംഹും, നീ അവന് കാരുണ്യം കാണിക്കണമേ, അവന് പാപമോചനം പുറത്തു കൊടുക്കണേ. ഇത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. നമുക്കൊരാൾ ഭക്ഷണം തന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചെടുത്തില്ല. പകരം ആ സ്ഥാനമൊക്കെ നമ്മൾ ഉസ്താദ്മാർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അവര് വന്നിട്ട് ഒരു ഹദറത്തുൻ നബി അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നുള്ളതിലേക്ക് നമ്മൾ എത്തി. അത് സുന്നത്ത് കൃത്യമായി പഠിപ്പിക്കാത്തത് കൊണ്ടുണ്ടായതും, അതുപോലെ തന്നെ ഈ ബിദ്അത്ത് കടന്നു വന്നപ്പോ ആളുകൾ അതിന് പ്രാധാന്യം നൽകിയപ്പോ സുന്നത്തുകൾ ഇല്ലാതെയായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിമിന്റെ ഹദീസിൽ കിതാബുൽ അത്തൈമ എന്ന അധ്യായത്തിൽ നമുക്ക് കാണാം, ഒരു വ്യക്തി സൽക്കരിച്ചാൽ 2 പ്രാർത്ഥനയാണ് അവിടെ റസൂൽ പഠിപ്പിച്ചത്. ഒന്ന് അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന, അല്ലാഹു എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണം, എനിക്ക് വെള്ളം തന്നവർക്ക് നീ വെള്ളം കൊടുക്കണം. മറ്റൊന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, അല്ലാഹുവേ നീ അവർക്ക് അവർക്ക് ബർക്കത്ത് നൽകണം, അവർക്ക് നീ പാപമോചനം നൽകണം, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം. ഇതിലപ്പുറം എന്ത് പ്രാർത്ഥന? വളരെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു എല്ലാ മുസ്ലിമിനും പഠിച്ചെടുക്കാവുന്ന വളരെ വിശാലമായ ഒരു പ്രാർത്ഥന ഒരൊറ്റ വാചകത്തിൽ റസൂൽ ഒതുക്കി നമുക്ക് പഠിപ്പിച്ചു തരാം.
ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗത്തേക്കുമുള്ള പ്രാർത്ഥനകള് കൃത്യമായി ജീവിതത്തിൽ പഠിച്ചെടുത്ത് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിന് പകരം നമ്മൾ ഇക്കാര്യമൊക്കെ ഉസ്താദുമാർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അവര് വന്നിട്ട് ഒരു ഹിലാ ഹദറത്തിൽ വിളിച്ചാലേ അവിടെ അത് കാര്യങ്ങൾ ശരിയാവുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതെന്തുകൊണ്ട് വന്നു? ബിദ്അത്ത് സമൂഹത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ സുന്നത്തുകൾ ഇല്ലാതെയായി. എന്നിട്ടോ നമ്മൾ പ്രാർത്ഥന ഇല്ലാത്തവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ വളരെ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരണം. ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥനകളുണ്ട്, ഓരോ സാഹചര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് അത് അങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്ത ആളുകൾ. ഒരു മരിച്ചവർക്ക് പ്രാർത്ഥനയില്ല, ഒരു വിവാഹത്തിന് പ്രാർത്ഥനയില്ല, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് പ്രാർത്ഥനയില്ല. നമുക്കാണ് പ്രാർത്ഥന ഉള്ളത്, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന. അത് അതേ രൂപത്തിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്, ഉസ്താദ്മാർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. പൗരോഹിത്യമല്ല ഇസ്ലാമില്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ദുഹാ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ നിർവഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഓരോ രംഗത്ത് ഒരു മരണപ്പെട്ട ഒരു ഖബർ ഒരു മയ്യത്ത് സന്ദർശിക്കുമ്പോ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞ പേര് വരും. അല്ലാഹുമ്മ ഗഫിർലി ഫുലാൻ വർഫഉ ദറജതഹു ഫിൽ മഹ്ദിയീന വഖ്റുഫുഹു ഫി അഖബിഹി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അഫ്സഹു ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. 2 വരിയോ 3 വരിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഒരു മരണപ്പെട്ട മനുഷ്യനും നമുക്കും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അത് റസൂലുള്ള ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് നിൽക്കണം എന്ന് പറയുന്നത്. റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് ഓരോ മുസ്ലിമും നിൽക്കുമ്പോൾ ഓരോ മുസ്ലിമും മുസ്ലിമായി തീരും. അതല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ഹൈറ് പുണ്യമുള്ളവരായി തീരും, നമ്മളൊക്കെ ഒന്നിനും കൊള്ളരുതാത്തവരായി തീരും. നമ്മളെ ഖബറില് ആ ഉസ്താദുമാര് ദ്വാര രക്ഷപ്പെടുന്ന നമ്മളൊക്കെ ധരിച്ചത് അങ്ങനെയല്ല. ദീനിന്റെ കാര്യങ്ങൾ നമ്മളോട് ഓരോരുത്തരോടും പഠിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ള, പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചെടുത്ത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അല്ലാഹുമ്മ ഗഫിർലി ഫുലാൻ, അല്ലാഹുവേ ഇന്നാലിന്ന മനുഷ്യനെ നീ പുറത്തു കൊടുക്കണമേ. വർഫഉ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സച്ചരിതരായ സഹാബത്തിന്റെയും അമ്പിയാക്കളെയും മാർഗത്തിൽ നീ അദ്ദേഹത്തെ ഉയർത്തണേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ അഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. വനവ്വിർ ലഹു, ആ ഖബർ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ. അത് ഓരോ മുസ്ലിമും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അവിടെ ചില പുരോഹിതന്മാർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അത് അവിടെ ഒരു പ്രത്യേകമായ ആചാരം ഉണ്ടാക്കി ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന, കണ്ണീര് ഒലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ മുസ്ലിമും ചെയ്യേണ്ടുന്ന ബാധ്യത ഇല്ലാതെയായി തീരുക. അതൊക്കെ റസൂലുള്ള പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികളാണ്. റസൂലുള്ള പഠിപ്പിച്ചിടത്ത് നിൽക്കുന്നവരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുക. ദീനിൽ വിദ്യാർത്ഥി ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ സുന്നത്തുകളൊക്കെ പടിപടിയായിട്ട് ദീനിൽ നിന്ന് ഇല്ലാതെയായി തീരും. അതാണ് നമുക്ക് സംഭവിച്ചത്. നമ്മളൊക്കെ എന്താ അറിയോ, ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നമ്മൾ പോലും ഈ വിദ്യാർത്ഥികളൊക്കെ അങ്ങ് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, പകരം അവിടെ സുന്നത്ത് നട്ടുപിടിപ്പിച്ചിട്ടില്ല. നമ്മളും അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് എത്ര ആൾക്ക് അറിയാന്ന് ചോദിച്ചാൽ എത്ര ആൾക്കറിയാം, നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്കുക. അപ്പൊ വിദേത്തുകൾ അങ്ങ് ഇല്ലാതെയാക്കുമ്പോ പകരം റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താ നമ്മളെ വീട്ടിൽ നമുക്ക് ഒരു മരണ വീട്ടിൽ പോയാൽ എന്തോ ഒരു പോരായ്മ തോന്നുന്നത്? എന്തോ അവിടെ വിദേത്തുകളൊക്കെ അങ്ങ് ഒഴിവാക്കുമ്പോ നമുക്ക് എന്തോ ഒരു കുറച്ചിൽ, ഒരു മരത്തിന്റെ ഇല ഒക്കെ വെട്ടിക്കഴിച്ച മാതിരി ഒന്നും ഇല്ലാതെ തോന്നുക. എന്നിട്ട് നമുക്ക് തന്നെ തോന്നുക അവിടെ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ല. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, ആ മരണപ്പെട്ട ആളോട് ആശ്വാസവാക്കുകൾ പറയുക, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു ഖബറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിടത്ത് നിൽക്കുന്ന ആളുകളെ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ, റസൂൽ ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത എന്നുള്ള നിലക്ക് ദീനിന്റെ ഓരോ കർമ്മങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പഠിച്ചെടുക്കുക, അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് ഇല്ലാതെയായപ്പോ ആ സ്ഥാനം നമ്മൾ പുരോഹിതന്മാർക്ക്, പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തു എന്നതാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് ദീനീ രംഗത്ത് വിശ്വാസ, പ്രാർത്ഥനാ കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങളൊക്കെ നമ്മൾ പിറകോട്ട് പോയി. ആരാധനകളൊക്കെ ഇപ്പറഞ്ഞ രൂപത്തില് ഉസ്താദുമാർ ദ്വാരനാൽ മതി എന്നിടത്തേക്ക് നമ്മൾ എത്തി. നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നോമ്പ് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ
കുഴപ്പമില്ല, ഒക്കെ ഉസ്താദ്മാർ ചെയ്തിട്ട് ദ്വാരന നമ്മൾ രക്ഷപ്പെടും എന്നിടത്തേക്ക് നമ്മൾ എത്തി. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ അവനവന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, സാമ്പത്തിക രംഗത്തും ഈ സമൂഹത്തെ തകർത്തിട്ടുണ്ട് പണ്ഡിതന്മാരെന്ന്. അത് ഖുത്ബന്റെ സമയം പരിമിതമായതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. വിശുദ്ധ ഖുർആനില് ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനത്തിൽ നിന്ന് നിർബന്ധ ധർമ്മം സ്വീകരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഹിം, അവരുടെ ധനികരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രന്മാർക്ക് വിട്ടുകൊടുക്കണമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സക്കാത്തിന്റെ 8 അവകാശികളെ എണ്ണിയപ്പോ അതിലൊന്ന് ആമിലീന അലൈഹ, ആ സക്കാത്തിന് വേണ്ടി അത് ശേഖരിക്കാനും വിതരണം ചെയ്യാനും വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞു. സക്കാത്ത് ഓരോരുത്തർ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ആമിലീന അലൈഹ ഉണ്ടാവുക? അവ ഖുർആനിലും ഹദീസിലും വളരെ കൃത്യമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെട്ട ഒരു വിഷയം ഫിഖ്ഹിന്റെ മസ്അല പറഞ്ഞു. എന്താ, ഇവിടെ ഇസ്ലാമിക രാജ്യമല്ലല്ലോ, ഇസ്ലാമിക ഭരണകൂടമല്ലല്ലോ, അതുകൊണ്ട് വക്കാലത്ത് ഏൽപ്പിക്കാൻ ഒരാളെ പറ്റൂല, കമ്മിറ്റിയുള്ള ഏതെങ്കിലും ഒരാൾ തെരഞ്ഞെടുത്താൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മസ്അലകൾ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട റസൂലും സഹാബത്തും വളരെ കൃത്യമായി മാതൃക കാണിച്ചു തന്ന കാര്യങ്ങളെ അങ്ങോട്ട് ഇല്ലാതെയാക്കുക. അവിടെ അതാ ഞാൻ സാമ്പത്തിക രംഗത്ത് തകർത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഒരു സമൂഹ പാവങ്ങളെ ഓരോ വർഷവും 1, 2, 3 ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന രൂപത്തിൽ സംഘടിതമായി സക്കാത്ത് ശേഖരിച്ച് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ, സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇസ്ലാമികമായ സക്കാത്ത് സംവിധാനത്തിന് കഴിയും. അപ്പൊ നമ്മൾ അവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലല്ലോ, വക്കാലത്ത് ഏൽപ്പിക്കാൻ ആളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഖ്ഹിന്റെ മസാല പറഞ്ഞിട്ട് ഖുർആനും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരുടെ സഹാബത്തിന്റെ മാതൃകയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ആ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞ രൂപത്തിൽ ദീനിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ, അതിനെ കൃത്യമായി പഠിപ്പിക്കേണ്ടുന്ന രൂപത്തിൽ പഠിപ്പിക്കാതെ ഇതൊക്കെ ഞങ്ങൾ ചെയ്താൽ മതി, ഞങ്ങളാണ് ഇതിന്റെ ഒക്കെ ആളുകൾ എന്നുള്ള നിലക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ദീനിന്റെ എല്ലാ രംഗത്തുനിന്നും പിറകോട്ടടിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും ദീനിനെ യഥാവിധി പഠിച്ചിട്ട് എന്താണോ റസൂലുള്ള പഠിപ്പിച്ചത് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണോ, ഏത് നിലക്കാണ് റസൂലുള്ള സമൂഹത്തെ നിലനിർത്തി ആ നിലക്ക് ഈ സമൂഹത്തെ നിലനിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു ദീനിനെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവില്ല. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വത്തബീന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറം മാസം 9, 10 തീയതികളിൽ താസുആ, ആശുറാ നോമ്പ് സുന്നത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. മുഹറത്തിന്റെ ആ മാസത്തിന്റെ പ്രാധാന്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുഹറം എന്ന വാക്കിന് അർത്ഥം പവിത്രമായത് എന്നാണ്, പവിത്രമാക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ഫിഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമായതാണ്. അപ്പൊ ഈ പവിത്രമായ മാസങ്ങളിൽപ്പെട്ടതാണ് മുഹറം, ദുൽഖഅദ്, ദുൽഹിജ്ജ, റജബ് എന്ന്. ഇതിൽ മുഹറം മാസത്തില് 1 നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 1ാമത്തെ മാസമാണ് മുഹറം മാസം എന്നത്. അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസം മുഹറം 10-നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം.
റമദാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം ഖിയാമുൽ ലൈൽ നമസ്കാരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് കണക്കാക്കുന്നിടത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും 9 ഇന്നും 10 നാളെയുമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി റസൂലിന്റെ ഒരു ഹദീസിൽ റസൂൽ മദീനയിലേക്ക് വന്നപ്പോ മദീനയിലെ ജൂതന്മാര് അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ അവര് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൽ നിന്ന് നന്ദി സൂചകമായിക്കൊണ്ടാണ് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു ഹദീസിൽ അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 നോൽക്കും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ ജൂതന്മാർ ചെയ്തതായിക്കൊണ്ട് ഒരു ദിവസം അതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം അതിന് ശേഷമോ ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞതായും കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഹറം 11 നോമ്പനുഷ്ഠിക്കുന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളും നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അള്ളാഹു അവന്റെ ദീൻ അനുസരിച്ച് സുന്നത്തുകൾ കൈകൊണ്ട് പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൊറുക്കപ്പെട്ടവരായ നിലക്ക് പിരിഞ്ഞു പോവുക എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇവരെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഞങ്ങളെ ഏവരെയും നിന്നിട്ട് ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ദീനിനെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കിയതിന്റെ ഏറ്റവും ശരിയായ സത്യത്തിലേക്ക് ഞങ്ങളെ ഏവരെയും നീ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവെ, 2 ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുന്ന റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.